Hey guys, welcome back to my channel. Welcome back to a new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്ട്രാക്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മളുടെ ഫോട്ടോസിലെ ഡിസ്ട്രാക്ഷൻസ് അതെങ്ങനെ റിമൂവ് ചെയ്യാം, ഓക്കെ, ത്രൂ എഡിറ്റിങ്ങിലൂടെ ഡിസ്ട്രാക്ഷൻസ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾ ഈ ഫോട്ടോ നോക്കുക. ഈ ഫോട്ടോയിൽ ഒരു വലിയ ഡിസ്ട്രാക്ഷനാണ് സൈഡിലെ ട്രീ. ശരിക്കും ഓഡിയൻസിൻ്റെ അറ്റൻഷൻ പോകാനുള്ളത് കംപ്ലീറ്റ്ലി ഈ മിഡ് എയറിൽ ഡാബ് ചെയ്ത് നിൽക്കുന്ന മോഡലിനെയാണ്. പക്ഷേ ഈ ഫോട്ടോയിൽ സൈഡിലൊരു മരം ഉള്ളതുകൊണ്ട് അതൊരു ഡിസ്ട്രാക്ഷനാണ്. ഒരു സൈഡിൽ നിന്നൊരു ഡിസ്ട്രാക്ഷനാണ്. രണ്ട് സൈഡും മരം ഉണ്ടെങ്കിൽ അതൊരു കോമ്പോസിഷൻ ആയിരിക്കും. ഇത് ഒരു സൈഡിലെ മരം, പക്ഷെ ആ മരത്തിനാണെങ്കിൽ ഒരു സ്റ്റോറി ഇല്ല. സോ നമുക്ക് ആ മരം അവിടെ ആവശ്യമില്ല. അത് നമുക്ക് റിമൂവ് ചെയ്യണം. നമ്മൾ സ്നാപ്സീഡിലൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയ്ക്കും വലിയൊരു സബ്ജക്റ്റ് എങ്ങനെ റിമൂവ് ചെയ്യും, നമ്മളത് ട്രൈ പോലും ചെയ്യാറില്ല. പക്ഷേ പോസിബിളാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് റിമൂവ് ചെയ്യാൻ. ഓക്കെ, ഈസിയാണ് ചെയ്യാൻ. നമുക്കതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. സോ നമുക്ക് ആ പ്രോസസ്സിലോട്ട് പോകാം. നമ്മൾ നേരെ നമ്മളെ ഫോട്ടോ ഓപ്പൺ ചെയ്യുക, ഹീലിംഗ് പ്രോപ്പർട്ടി എടുക്കുക. അതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു എൻഡിൽ നിന്ന് പാർട്ടായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു പോർഷൻ കംപ്ലീറ്റ് കവർ ചെയ്ത് പെയിൻറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. അപ്പോഴത്തേനും ആ പാർട്ട് റിമൂവ് ആവും. അതേപോലെ നമ്മൾ ഈ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ടൈം എടുത്ത് റിമൂവ് ചെയ്യുക, പെയിൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഓക്കെ, നമ്മൾ കൈ റിമൂവ് ചെയ്യുമ്പോഴത്തേനും ഇഫക്റ്റ് അവിടെ അപ്ലൈ ആവും. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഫോട്ടോ, ആ സബ്ജക്റ്റ് ഫുള്ള് റിമൂവ് ആവുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ചെയ്യാം. നമ്മൾ കംപ്ലീറ്റ് ആയതിന് ശേഷവും കയ്യിൽ പിന്നെയും ഡിസ്ട്രാക്ഷൻസ് കാണും, വെള്ളപ്പാട പോലെ കാണും. അത് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാൻ ഇതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. പെയിൻറ്റ് ചെയ്യുക, ആ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യുക. ഡിസ്ട്രാക്ഷൻ ആയിട്ടുള്ള പോർഷൻ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. അത് ഡിസ്ട്രാക്ഷൻസ് മൊത്തം റിമൂവ് ആവുന്നത് വരെ നമ്മളത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്കൈ മൊത്തം സ്മൂത്തൻ ചെയ്യുക. ഓക്കെ, സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്യൂൺ ഇമേജിൽ പോവുക. നമ്മൾ ആംബിയൻസ് ഫുള്ള് ഡിക്രീസ് ചെയ്യുക. ആംബിയൻസ് ഡിക്രീസ് ചെയ്യുമ്പോഴത്തേനും സ്കൈ സ്മൂത്ത് ആവും. സ്മൂത്ത്നെസ് വേണ്ട പോർഷനിൽ മാത്രം നമ്മളത് മാസ്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഒരു സ്ലൈറ്റായിട്ട് ട്യൂൺ ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുക. ഫിൽറ്റർ, ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സൊക്കെ ആഡ് ചെയ്ത് നമ്മളെ ഇമേജ് ഫിനിഷ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മളുടെ ഫോട്ടോസിലെ ഡിസ്ട്രാക്ഷൻസ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. നമ്മൾ ചിലപ്പം എന്തെങ്കിലും ഇമ്മൂവബിളായിട്ടുള്ള സബ്ജക്ട്സ് നമുക്കങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല, റിമൂവ് ചെയ്യാൻ സാധിക്കില്ല, നമ്മളത് ട്രൈ പോലും ചെയ്യാറില്ല. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രാക്ഷൻസ് റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആ ഡിസ്ട്രാക്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. സോ ഡിസ്ട്രാക്ഷൻസ് മാക്സിമം ഒഴിവാക്കുക ഫോട്ടോസിൽ നിന്ന്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഗൈസ്, വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ഹോപ്പ് ദിസ് ഹെൽപ്ഡ് യു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.